ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ. പൊതുവെ മലയാളികളൊക്കെ ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധ പുലർത്തുന്ന ഒരു സമയം കൂടിയാണിത്. കർക്കിടകത്തിൽ നല്ല മഴയത്താണ് നമ്മൾ കർക്കിടക കഞ്ഞി പോലുള്ള ഔഷധ കഞ്ഞികളൊക്കെ തയ്യാറാക്കി കുടിക്കുന്നത്. ഔഷധ കഞ്ഞികളുടെ കൂട്ടത്തിൽ നമുക്ക് ഉലുവ കഞ്ഞി, അതുപോലെ തന്നെ ഔഷധ ഇലകളൊക്കെ ചേർത്തിട്ടുള്ള കഞ്ഞിയൊക്കെ നമ്മൾ ധാരാളമായിട്ട് ഉണ്ടാക്കി കുടിക്കാറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കർക്കിടക കഞ്ഞിയാണ് തയ്യാറാക്കുന്നത്. കർക്കിടക കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കഞ്ഞി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ നവര അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു അര കപ്പ് നവര അരിയാണ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് നമ്മൾ ഞവര അരി അഥവാ മെഡിസിനൽ റെഡ് റൈസ് എന്നും കൂടി പറയുന്നുണ്ട്. നമുക്ക് ഈ നവര അരി നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചേർക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻസ് ഉലുവയാണ്. 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഞാനിപ്പോൾ ഈ കഞ്ഞിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള കഞ്ഞി എത്രയാണോ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ആശാളി വിത്ത് അഥവാ ഹാലിംഗ് സീഡാണ് ചേർത്തിരിക്കുന്നത്. ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ കഞ്ഞി തയ്യാറാക്കുന്നത്. നന്നായി കഴുകിയ ശേഷം നമുക്ക് ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തിയെടുക്കണം. ഒരു 5 മണിക്കൂർ നേരമെങ്കിലും നമുക്കിത് കുതിർത്തിയെടുത്തിട്ട് വേണം കഞ്ഞി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നവര അരിയിൽ ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കുതിർത്തി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആശാളി സീഡ്സിൽ 1/2 കപ്പ് വെള്ളവും ഉലുവയിൽ 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഇവിടെ നന്നാക്കി കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് 5 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഈ ആശാളി വിത്ത് അഥവാ ഹാലം സീഡ് നല്ല കൊഴുത്തിട്ട് വരും അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കുടിച്ചിട്ട് കസ്കസ് പോലെ ഒന്ന് വീർത്തുരുണ്ട് വരുന്നതാണ്. ഇനി നമുക്ക് കർക്കിടക കഞ്ഞി തയ്യാറാക്കാം. വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ഈ ആശാളി വിത്ത് അഥവാ ഹാലം സീഡ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഇവയൊക്കെ മാറ്റി കൊടുക്കാം. നവര അരി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. നവര അരിയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ എയും ഇയും അതുപോലെ തന്നെ മാഗ്നീഷ്യം, സിങ്ക് തുടങ്ങിയവ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉലുവ നമുക്കറിയാമല്ലോ, ഷുഗർ പേഷ്യൻറ്റിന് വരെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഉലുവ. ഉലുവയും ഇത് കുതിർത്തിയത് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ആശാളി വിത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആശാളി വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ രക്തം വർദ്ധിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്താനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ആശാളി വിത്ത് അഥവാ ഹാലം സീഡ്. അത് കരുതി നമ്മൾ ഒരുപാടൊന്നും ഉപയോഗിക്കരുത്. 1 ടേബിൾ സ്പൂൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൽ താഴെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കഞ്ഞിയുടെ ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ശർക്കര ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഔഷധ കഞ്ഞി തയ്യാറാക്കുന്ന സമയത്ത് ചെറിയ ജീരകവും അതുപോലെ ചുക്കുപൊടി ഉണ്ടെങ്കിൽ ചുക്കുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ ഔഷധ കഞ്ഞിയുടെ ഗുണം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ആശാളി വിത്തിൽ ഒരുപാട് വൈറ്റമിൻസ് എയും സിയും ഇയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നവര അരിയും അതുപോലെ ഉലുവയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനുള്ള അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം വെള്ളവും ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് കുക്കർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മധുരത്തിനുള്ള ശർക്കരയാണ് ഉരുക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ആ ഒരച്ച് ശർക്കരയിൽ ഒരു 1/4 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര പാനിയാക്കി എടുക്കാം. ഇപ്പോൾ ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പോളം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങയുടെ 1-ാം പാലാണ് അപ്പോൾ തേങ്ങാപ്പാലും ശർക്കര പാനിയും ഒക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ തേങ്ങാപ്പാൽ 1-ാം പാൽ 2-ാം പാലൊന്നും ആക്കി എടുത്തിട്ടില്ല. ഒരു 1/2 കപ്പ് പാൽ 1-ാം പാൽ മാത്രമായിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കുക്കറിൽ 3 വിസിലാകുമ്പോൾ തന്നെ നമ്മുടെ കഞ്ഞി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 3 വിസിലായതിനു ശേഷം ഒരു 5 മിനിറ്റ് നേരം ഞാൻ ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കഞ്ഞി അല്ലാതെ അരി ഒക്കെ നന്നായിട്ട് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് ശേഷമാണ് ഞാനിപ്പം ഗ്യാസ് കത്തിച്ചിട്ട് കഞ്ഞി വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനിയുടെ ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മുടെ അരിയും ഉലുവയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആശാളി വിത്ത് നമ്മുടെ വെള്ളത്തിലിട്ടപ്പോൾ തന്നെ നന്നായിട്ട് കുതിർത്തിട്ട് വന്നതാണ്. ഇനി നമുക്ക് അതിലേക്ക് ശർക്കര പാനി ഒന്ന് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ചേർക്കാതെയും നമുക്ക് ഈ കഞ്ഞി തയ്യാറാക്കാവുന്ന കേട്ടോ.
നമുക്ക് ഉപ്പിട്ടിട്ട് കഞ്ഞി കുടിക്കാവുന്നതാണ്. മധുരം വേണമെന്ന് നിർബന്ധമില്ല. ശർക്കര ചേർത്തിട്ടാണ് പക്ഷേ ഞാനിവിടെ തയ്യാറാക്കുന്നത്. ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. നമ്മുടെ കഞ്ഞി ഇപ്പം നല്ല ലൂസായിട്ടാണെങ്കിലും ഇത് തണുക്കുന്ന സമയത്ത് ഒന്നുകൂടി തിക്കായിട്ട് വരും. അരിയും അതുപോലെ ഉലുവയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നതിനനുസരിച്ചിട്ട് അത് നന്നായിട്ട് തിക്കായിട്ട് വരുന്നതാണ്. ഇപ്പം നമ്മുടെ ശർക്കര പാനിയൊക്കെ ചേർത്തിട്ട് കഞ്ഞി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ 1 പാലാണ് എടുത്തിരിക്കുന്നത്. ആ പാല് ചേർത്ത് കഴിഞ്ഞാൽ, തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ആ ചൂടോട് കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇപ്പം ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കഞ്ഞി തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ കർക്കിടക കഞ്ഞിയിൽ ചെറുപയർ അതുപോലെയുള്ള ധാന്യങ്ങളൊക്കെ ചേർത്തിട്ടും തയ്യാറാക്കാവുന്നതാണ്. ഇതിലിപ്പം ഞാൻ ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ കഞ്ഞി തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ കർക്കിടക കഞ്ഞി തയ്യാറാക്കി കുടിക്കുമ്പോൾ 7 ദിവസം തുടർച്ചയായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം അങ്ങനെയായിട്ട് തുടർച്ചയായിട്ട് കുടിക്കുന്നതാണ് ശരീരത്തിന് ഗുണം ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഉലുവക്കഞ്ഞിയൊന്നും തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഉലുവ കഴിക്കുന്നത് ഷുഗർ പേഷ്യൻറ്റിന് വരെ വളരെ നല്ലതാണ്. കാരണം ഉലുവ നമ്മുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കിഡ്നിയിലെ സ്റ്റോണൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഉലുവ കഴിക്കുന്നത് നല്ലതാണ്. ഉലുവക്കഞ്ഞി കഴിക്കുമ്പോൾ തുടർച്ചയായിട്ടുള്ള 7 ദിവസങ്ങളിൽ അടുപ്പിച്ചിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ഉലുവക്കഞ്ഞി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. കുറച്ച് സമയം വെച്ചിരുന്നപ്പോൾ തന്നെ നമ്മുടെ ഉലുവക്കഞ്ഞി കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള കഞ്ഞിയാണ് ഈ ഉലുവക്കഞ്ഞി. ഉലുവ കൂടുതൽ ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് കയ്പ്പൊന്നും തോന്നത്തില്ല. നമുക്ക് എത്രത്തോളം കഞ്ഞി വേണോ അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ഹെൽത്തിന് വളരെയധികം ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.